മല്ലിയിലയും പുതിനയിലയും ഒക്കെ അധികം വരുവാണെങ്കിൽ വെറുതെ അത് പാഴാക്കി കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഒരു സാധനം കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസൂർ ദാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് നമുക്കൊന്ന് ഇളക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എരിവിന് ഞാനിവിടെ ഒരു വറ്റൽമുളക് മാത്രം കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും ഒരു കൈപ്പിടിയോളം പുതിന ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇലകളിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കൊറിയാൻഡർ പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കൊപ്പവും ഇഡ്ലിക്കൊപ്പവും ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ സാൻഡ്വിച്ചിനൊപ്പം നമുക്ക് ഒരു സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാനും നല്ലൊരു ചട്നിയാണ്. ഈ സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.